ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നീള IPT റോഡ് നവീകരണം, പട്ടാമ്പി ടൗണിലെ കയ്യേറ്റമൊഴിപ്പിക്കലും പ്രാഥമിക നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പട്ടാമ്പി നീള ആശുപത്രി IPT കോളേജ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ, വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് മുഹമ്മദ് മുഹസിൻ MLA വകുപ്പ് മേധാവികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വ്യാപാരികളും കെട്ടിട ഉടമകളും സഹകരിക്കണമെന്ന് MLA അഭ്യർത്ഥിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ നടത്തേണ്ട മുന്നൊരുക്ക പ്രവൃത്തികളെക്കുറിച്ച് നടന്ന ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. പട്ടാമ്പി ടൗണില് കയ്യേറ്റങ്ങൾ ഒഴിക്കുന്നതിനുള്ള വ്യാപാരികളും കടവുടമകളും ഒക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ടൗണായിട്ട് പട്ടാമ്പി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള ടൗണാക്കിയത് മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഈ പദ്ധതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തൽക്കാലം പലതും ചെയ്തു പോകുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ മഴ കഴിയുന്നതോടുകൂടി റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ, തുടങ്ങാനല്ല പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് KSEBയുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കണം. നിലവിൽ ഓങ്ങല്ലൂർ വരെ ആദ്യഘട്ട റബ്ബറൈസിംഗും ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഒന്നാംഘട്ട പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഓങ്ങല്ലൂരിൽ പഴയ റോഡ് പൊളിച്ച് ലെവലിംഗ് അടക്കമുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. മിൽമ വരെയാണ് പ്രവൃത്തി നടത്തുക. തുടർന്ന് പട്ടാമ്പി നഗരത്തിലേക്കും പ്രവൃത്തികൾ ആരംഭിക്കും. ഇതിനു മുൻപ് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കൽ, വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, ജൽജീവൻ മിഷൻ പൈപ്പിടൽ, കയ്യേറ്റമൊഴിപ്പിക്കൽ എന്നീ പ്രവൃത്തികൾ നടപ്പാക്കണം. ഇതിന്റെ ഭാഗമായാണ് റവന്യൂ, വാട്ടർ അതോറിറ്റി, KSEB, പൊതുമരാമത്ത് വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കിഫ്ബി വഴി അനുവദിച്ച 85 കോടി രൂപ ചെലവിൽ KRFBയുടെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. ജാസ്മിൻ കമ്പനിയാണ് കരാറെടുത്തത്. ആദ്യഘട്ട നവീകരണം പൂർത്തിയായ ചുവന്ന ഗേറ്റ്, വാടനംകുറിശി ഭാഗങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണവും വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്.